السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل على الله ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أحمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي. ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇപ്പോൾ COVID-19 എന്ന മാരക രോഗത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വേഗം തന്നെ അത് ശിഫാ ചെയ്ത് പരിപൂർണ ആഫിയത്തും സിഹത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മാരകമായ രോഗത്തിനും എല്ലാ അസുഖത്തിനും മരുന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. അപ്പോൾ നാം ഈ കാലഘട്ടത്തിൽ എന്നല്ല എപ്പോഴും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം. അതിനൊക്കെ ധാരാളം പ്രതിഫലങ്ങൾ ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ ശിർക്ക് എന്ന് പറഞ്ഞു നടക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ളവരോട് നാം യോജിക്കാൻ പാടില്ല. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുകയും അതുപോലെ തന്നെ ഔലിയാക്കൾ മഹാന്മാർ അവരെയൊക്കെ നിന്ദിക്കുന്നവരാണ്. അവർ നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളെ സ്നേഹിക്കുന്നില്ല, ആദരിക്കുന്നില്ല, അവരെ അനുകൂലിക്കുന്നില്ല, മറിച്ച് അവർ വിമർശിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് യാതൊരു വിധത്തിലും അടുക്കാൻ പാടില്ല, അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യാൻ പാടില്ല. അതൊന്നും നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലൊക്കെ ഒന്ന് ആക്ഷേപിച്ചാൽ, ആരെങ്കിലും വേണ്ടാത്തത് പറയുന്നത് കേട്ടാൽ ആ പറയുന്നവരോട് നമുക്ക് വല്ലാത്ത വെറുപ്പായിരിക്കും. അവനെന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആ സഹായം ചെയ്യില്ല. കാരണം എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കളെയാണ് അവർ കുറ്റം പറഞ്ഞത്, ആക്ഷേപിച്ചത്. അതുകൊണ്ട് അവരോട് എനിക്ക് പിണക്കമാണ് എന്ന് നമ്മൾ പറയും.
എന്നാൽ അതിനേക്കാളും നമ്മെ സ്നേഹിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ആ തങ്ങളെ, നമ്മുടെ നേതാവ്, നമ്മുടെ മാതാപിതാക്കളെക്കാളും സ്നേഹിച്ച നേതാവ്, ആ നേതാവിനെ കുറ്റം പറയുന്നവരോട് നാം വെറുപ്പ് കാണിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹബീബനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിനോടുള്ള ആ സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെന്നറിയുമോ? നമുക്ക് വേണ്ടി എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അതൊരു മുഅ്മിനും സഹിക്കാൻ പറ്റുന്നതല്ല. അത്രമാത്രം വേദനാജനകമായ ഒരു സന്ദർഭമാണ് ഹബീബനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ നേരം. ഈ സന്ദർഭത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് 2 ദിവസം മുമ്പ് അതാ മദീന പള്ളിയിലിരുന്നങ്ങ് കരയുകയാണ്. ഇത് കണ്ട് സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബി അങ്ങ് പ്രയാസപ്പെടുന്നത്? എന്താണ് അവിടുത്തെ ആവശ്യം? എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്. ആ സമയത്ത് സ്വഹാബകൾ ചെന്ന് പറയുകയാണ്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ സഹോദരന്മാർ ഞങ്ങളല്ലയോ? പിന്നെന്തിനാണ് സഹോദരന്മാരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ലസ്തും ബി ഇഖ്വാനി, നിങ്ങൾ എൻ്റെ സഹോദരന്മാരല്ല, വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്. എൻ്റെ സഹോദരന്മാരാരാണെന്ന് പറഞ്ഞാൽ അവരാരാണെന്നറിയുമോ? പിൽക്കാലത്ത് എനിക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളാണ്. അവരെന്നെ പ്രണയിച്ചവരാണ്, അവരെന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. സ്വഹാബ, എന്നെ കാണാൻ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചവരാണ് സ്വഹാബ. അതുകൊണ്ട് അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വഹാബ, അവർക്ക് വേണ്ടി ഞാൻ കരയുന്നു സ്വഹാബ, അവരെ കാണാൻ ഞാൻ കൊതിക്കുന്നു, എന്നെ കാണാൻ അവർ കൊതിച്ചവരാണെന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കരയുകയാണ്. സ്വന്തം മകളായ സൈനബ റളിയല്ലാഹു അൻഹയെ ഒട്ടകക്കട്ടിൽ നിന്ന് ശത്രുക്കൾ തള്ളിയിട്ട് പൂർണ്ണ ഗർഭിണിയായ സൈനബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മുന്നിൽ വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടിട്ട് പോലും പ്രവാചകന്റെ മനസ്സ് വിതുമ്പിയതാണ്. അപ്പോഴും ക്ഷമിച്ചത് നമുക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ തോയിഫിന്റെ മലം ചെരുവില് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഏറ്റുവാങ്ങി കണങ്കാലിൽ നിന്ന് രക്തത്തിൻ്റെ കണങ്ങൾ ചാലിട്ട് ഒഴുകിയപ്പോഴും ക്ഷമിച്ചതും സഹിച്ചതും എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ സമയത്തെ മാലാഖന്മാർ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കണങ്കാലിൽ നിന്ന് രക്തത്തിൻ്റെ കണങ്ങൾ പൊടിയായി ഒഴുകുന്നത് കണ്ടിട്ട്, അങ്ങയെ കൈപിടിച്ച് ഭ്രാന്ത എന്ന് വിളിക്കുന്നത് കണ്ടിട്ട്, അങ്ങയുടെ വേദനകളും വിഷമങ്ങളും കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ സസ്യലതാദികളും വൃക്ഷലതാദികളും നിലവിളിക്കുകയാണ് റസൂലുള്ളാഹ്.
സസ്യലതാദികൾ മുഴുവനും വിളിക്കുന്നു നബിയേ, ഒന്ന് അനുവദിക്കുമോ നബിയേ, ഒന്ന് അനുവദിക്കുമോ നബിയേ, ഒന്ന് അനുവദിക്കുമോ നബിയേ. ആ കാണുന്ന 2 മലകളെ കൂട്ടിയിടിപ്പിച്ച് ഈ കിരാങ്കന്മാരായ അക്രമകാരിയായ ഒന്നടങ്കം അക്രമകാരികളെയും കൊന്നുകളയട്ടെ എന്ന് ഹബീബനോട് പറഞ്ഞപ്പോൾ ആ സമയത്തും അല്ലാഹുവിൻ്റെ റസൂൽ ക്ഷമിച്ചത് ആർക്ക് വേണ്ടിയാണ്? കൊല്ലല്ലേ എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? പിൽക്കാലത്ത് വരാനിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. അള്ളാന്റെ റസൂൽ അത്രത്തോളം നമ്മെ സ്നേഹിച്ച ഹബീബ്, വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തിനെ തേടിയ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തോളം നമ്മെ സ്നേഹിച്ച നേതാവാണ് ഹബീബരായ മുഹമ്മദ് മുസ്തഫ. ഒന്ന് അനുവാദം തരുമോ നബിയേ, ഒന്ന് അനുമതി തരുമോ നബിയേ. ആ കാണുന്ന 2 മലകളെ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് ഈ കിരാങ്കന്മാരായ അക്രമകാരികളെ മുഴുവനും കൊന്നുകളയട്ടെ എന്ന് ഹബീബിനോട് ചോദിച്ചപ്പോൾ ആ സമയത്തും അള്ളാന്റെ റസൂൽ ക്ഷമിച്ചത് ആർക്ക് വേണ്ടിയാണ്? കൊല്ലല്ലേ എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തർക്കും വേണ്ടിയാണ്. അള്ളാന്റെ റസൂൽ അത്രത്തോളം നമ്മെ സ്നേഹിച്ചു. ഹബീബിന്റെ വഫാത്തിന്റെ നേരം പോലും ഉമ്മത്തിനെ തേടിയ ഹബീബ്, അത്രത്തോളം സ്നേഹം ഉമ്മത്തിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോട് ഉണ്ടായിരുന്നു. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മൗത്തിന്റെ നേരവും നമ്മെ ഓർത്തു. ആ രംഗം എന്താണെന്ന് അറിയുമോ? അതാദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ടടുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് ആ വെള്ളം കൊണ്ട് മുഖത്ത് തടവിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് ശക്തമായ വേദനയുണ്ട് ആയിഷ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്രായീലിനോട് ചോദിക്കുകയാണ്, അസ്രായീലേ, എനിക്ക് വേദനയുണ്ട് അസ്രായീലേ. അപ്പോൾ അസ്രായീൽ പറയുകയാണ്, നബിയെ, എൻ്റെ ചരിത്രത്തിൽ ഇത്ര ലോലമായിട്ട് ഒരാളുടെയും ആത്മാവിനെ, ഒരാളുടെയും റൂഹിനെ ഞാൻ പിടിച്ചിട്ടില്ല എന്ന് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, എന്നാൽ ഇസ്രായീലേ മതിയാക്കൂ, എൻ്റെ റൂഹിനെ പിടിച്ചത് മതിയാക്കൂ. എന്താണ് കാരണമെന്ന് അറിയാമോ? എൻ്റെ റൂഹിനെ പിടിച്ചു നിർത്തുക ഇസ്രായീൽ. എന്താണ് കാരണമെന്ന് അറിയുമോ? എൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയം വല്ലാത്ത വേദനാജനകമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് കൽപ്പിക്കണം ഇസ്രായീലേ. എൻ്റെ ഉമ്മത്തിന് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി എന്തെങ്കിലും മെസ്സേജ് വരുന്നത് വരെ, എന്തെങ്കിലുമായി ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ എൻ്റെ ബാക്കിയുള്ള ആത്മാവിനെ പിടിക്കാൻ എനിക്ക് അനുവാദമില്ല ഇസ്രായീൽ എന്നാദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് ചിന്തിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിനല്ല, അവിടുത്തെ മക്കളുടെ കാര്യത്തിനല്ല, അവിടുത്തെ ഭാര്യമാരുടെ കാര്യത്തിലല്ല, പിന്നെ ആർക്കുള്ള കാര്യമാണെന്നറിയുമോ? പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തർക്കും വേണ്ടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്.
അങ്ങനെ നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ, വിഷമിക്കണ്ട നബിയേ, പ്രയാസപ്പെടേണ്ട നബിയേ, ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ബേജാറാവണ്ട നബിയേ. അവർ നല്ലവരാണെങ്കിൽ, പ്രവാചകരെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഋതുവായ പാതയിലൂടെ സഞ്ചരിച്ച് ജീവിച്ചവരാണെങ്കിൽ നബിയേ, അവർക്ക് സ്വർഗീയ ആരാമങ്ങളിലെ ഫോട്ടോ കാണിച്ച് മരണവേദനയില്ലാതെ സന്തോഷത്തോടെ മരിക്കാൻ അങ്ങയുടെ ഉമ്മത്തിന് പ്രത്യേകമായ ഒരു അവസരമുണ്ട് എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്. എന്ന് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് അള്ളാഹിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാക്കി റൂഹിനെ പിടിക്കാൻ അനുവാദം കൊടുത്തത് എന്ന് ചരിത്രം പറയുമ്പോൾ, നമുക്ക് വേണ്ടി ജീവിച്ചു ഈ ഹബീബ്, നമുക്ക് വേണ്ടി കരഞ്ഞു ഈ ഹബീബ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം നഫ്സിനേക്കാൾ നാം സ്നേഹിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വഫാത്താവുകയാണ്. മദീന മുഴുവനും കരയുന്നു. മദീനയുടെ മാൻമരങ്ങളെന്ന് പാട്ടുപാടിയില്ല, മാർമരം മൂളിയില്ല. മദീന മുഴുവനും കരഞ്ഞ് കുതിർന്ന ഒരു ദിവസം, അതേ മുത്തുനബി തങ്ങൾ വഫാത്തായ ദിവസം, എല്ലാവരും ചോദിക്കുകയാണ്, ഇനി ആരാണ് ഞങ്ങൾക്കൊരാശ്രയം? ഇനി എവിടെയാണെന്ന് ഓടിച്ചെല്ലുന്നത്? ഇനി എവിടെയാണെന്ന് ഓടിച്ചെല്ലാൻ പറ്റുന്നത്? ഇനി ആരാണ് ഞങ്ങൾക്കൊരു അവലംബം? എല്ലാവരും കരയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ബോധം പോവുകയാണ്. ബിലാൽ എന്നവരതാ ബോധം നഷ്ടപ്പെട്ട് നടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ അതാ ലോകം പരക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്നറിയില്ല. സ്വഹാബിമാർക്കൊന്നും ബോധമില്ല. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന വാർത്ത കേട്ടത് കൊണ്ട് അങ്ങനെയാണ് അവരുടെയൊക്കെ മുഹബ്ബത്തൊക്കെ. അങ്ങനെ എല്ലാവരും കരഞ്ഞ് നിൽക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമകൾ ചോദിക്കുകയാണ്, ഉപ്പാനെ ഞങ്ങൾക്കൊന്ന് കബറടക്കണ്ടയോ? ഹൃദയം പിടഞ്ഞു. എല്ലാവരും കരഞ്ഞു. കരയാത്തവരായി ആരുമില്ല. കാരണം ഈ ശരീരത്ത് എങ്ങനെയാണ് മണ്ണ് വാരിയിടുക? എന്നെ കൊണ്ട് പറ്റുമോ റസൂലുള്ളാഹിന്റെ ശരീരത്ത് മണ്ണ് വാരിയിടാൻ? നിങ്ങളെ കൊണ്ട് പറ്റുമോ ഹബീബരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ? ഈ ആധുനിക ലോകത്ത് ഞങ്ങൾ ആരെക്കൊണ്ടും പറ്റില്ലെങ്കിൽ അന്ന് കൂടെ നടന്നവർക്ക് എന്തായാലും പറ്റില്ല. അവർ കരഞ്ഞിരിക്കുമ്പോഴാണ് അവസാനം നബി തങ്ങളുടെ ജനാസ ഖബറിൽ വയ്ക്കാൻ ഒരുങ്ങുന്നു. അവിടത്തെ ശറഫാക്കപ്പെട്ട ശരീരം മദീനത്തുൽ മുനവ്വറയിലെ ഹുജറത്തു ശരീഫയിലെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് സ്വഹാബത്ത് നിന്ന് കരയുന്നു. യാ റസൂലല്ലാഹ്, ഇനി കാണാൻ പറ്റില്ല. അവസാനത്തെ കാഴ്ചയാണിത്, അവസാനത്തെ നോട്ടമാണിത്. ആ മുഖം കണ്ടാൽ ആർക്കും മതി വരില്ല. ആ ചുണ്ടുകൾ കൂട്ടുമ്പോൾ റോസാതടങ്ങൾ വിടരുന്നത് പോലെ തോന്നും. ആ പല്ലുകൾ കാണുമ്പോൾ മുല്ലമുട്ടുകൾ പോലെ തോന്നും. ആ ചിരി കാണുമ്പോൾ ഒരുപാട് മുത്തുകൾ ചിതറും. ആ പ്രിയപ്പെട്ട നബി തങ്ങളുടെ മുടി കാണുമ്പോഴോ അതാ അലകൾ ഇണങ്ങിയ സാഗരങ്ങളിലെ അലകൾ പോലെ തോന്നും. ആ മുഖം പോലെ മുഖമാർക്കുമില്ല. ഇനി അത് കാണാൻ പറ്റില്ല. എല്ലാവരും കരഞ്ഞു കുതിരുന്നു. മഹാനരായ അബ്ദുൽ ഹഖ് ദഹ്ലവി റളിയല്ലാഹു അൻഹു എന്നവർ എഴുതുകയാണ്, മുത്തുനബി തങ്ങളുടെ ഖബറിൽ നിന്ന് അവസാനമായി കേൾക്കുകയാണ്, ഇന്നഹാ അഖ്റജ മിൻ ഖബ്രിഹി ഇൻദ ദഫ്നിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂലു റഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖബ്രി യുഹർരിഖു ശഫതീ.
അവസാനം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ നിന്ന് കയറിയ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവർ കയറി വന്നിട്ട് പറയുന്നു, അന റഅയ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖബരി യുഹർരിഖു ശഫത്തീ. റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ ഖബറിലിരുന്ന് ചലിക്കുന്നു സുഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ അനങ്ങുന്നു. ആ ചുണ്ടുകൾ അനങ്ങുമ്പോഴാണ് സ്വഹാബത്ത് ചോദിക്കുന്നു, അബ്ബാസ് ഇറങ്ങി നോക്കൂ, എന്താണ് മുത്തുനബി തങ്ങൾ പറയുന്നത് എന്ന് നോക്കൂ. വഫാത്തായ ഖബറിൽ കിടന്ന് അവസാനം എന്താണ് പറയുന്നതെന്ന് നോക്കൂ അബ്ബാസ്. കൂടെ നിന്ന അബൂബക്കറിനെ കുറിച്ചാണോ, അതോ ഉമർ ബിനുൽ ഖത്താബിനെയാണോ, അതോ ഉസ്മാൻ ബിൻ അഫ്ഫാനെയാണോ, അതോ അലി ബിൻ അബി ത്വാലിബിനെയാണോ, അതോ ആയിഷത്തു തുഹ്റയാണോ, ഫാത്തിമ എന്ന കരളിന്റെ കഷ്ണത്തെയാണോ, ആരെയാണ് ഈ അന്വേഷിക്കുന്നത് എന്ന് ഇറങ്ങി നോക്കൂ അബ്ബാസ്. ആരെയാണ് ഈ നബിത്തങ്ങൾ അന്വേഷിക്കുന്നത്, ആ ചുണ്ടുകൾ ചലിക്കുന്നത്, ഒന്ന് ഇറങ്ങി നോക്കുമോ അബ്ബാസ്. അപ്പോഴാണ് മഹാനവറുകൾ ഖബറിൽ നിന്ന് കയറിയവർ വീണ്ടും ഇറങ്ങുകയാണ് ഖബറിലേക്ക്. ആ ഖബറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഫഅദിനി തുദിനി യസ്തമിഉ ഫഇദാ ഹുവ യഖൂൽ, അതാ അവിടുത്തെ ചെവികൾ കൊണ്ട് ചെന്ന് റോസാ തടങ്ങൾ പോലെ ഇരിക്കുന്ന റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ വെച്ചു. എന്താണ് നബിയെ ഖബറിൽ കിടന്ന് പറയുന്നത്? അവസാനത്തെ പറച്ചിൽ എന്താണ് നബിയെ? എന്താണ് അവിടുത്തെ ഇവിടെ ആവശ്യം? ചിലർ ചോദിക്കുകയാണ്, മുത്തുനബി തങ്ങൾ ഉറങ്ങുകയാണോ? മറ്റു ചിലർ ചോദിച്ചു, നബി തങ്ങൾ ജീവിച്ചിരിക്കുകയാണോ? അതാ ഖബറിൽ കിടന്ന് നിന്ന് മുത്തുനബി തങ്ങളുടെ ചുണ്ട് ചലിക്കുന്നു. മഹാന്മാരായ ഇമാമുകൾ എഴുതുന്നു, മദാരിജുൻ നുബുവ എന്ന ഗ്രന്ഥത്തിലെ 2-ാം വോളിയം 422-ാമത്തെ പേജിൽ കാണാം. മഹാനവറുകൾ ഖബറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മഹാനവറുകൾ കാത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ നേതാവ് അവസാന നേരം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പുറത്തു സ്വഹാബത്ത് വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. അപ്പോഴതാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിൽ ആ മുത്തുനബി തങ്ങളുടെ റോസാ തടങ്ങൾ പോലെ ചുണ്ടിനകത്ത് നിന്ന് അതാ ആ വാക്കുകൾ വന്ന് മഹാനവറുകളുടെ ചെവിയിലേക്ക് വന്ന് അലയടിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടയുടനെ പൊട്ടിക്കരയുകയാണ്. സ്വഹാബത്തിന്റെ അടുക്കൽ വന്നു, സ്വഹാബാ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നു. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അബ്ബാസ് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയുന്നു, സ്വഹാബത്തേ, നിഴല് പോലെ കൂടെ നിന്നവരെ അന്വേഷിക്കുകയില്ല, കരളിന്റെ കഷ്ണമായ ഫാത്തിമയെ തിരക്കിയില്ല, മഹദിയായ ആയിഷയെ കുറിച്ചല്ല, മദീനയിലെ ഭരണപരിഷ്കാരങ്ങളെയല്ല, ഞങ്ങളെ ഒരാളെയും നബി തങ്ങൾ വിളിക്കുന്നില്ല, ഞങ്ങളായ അനുചരന്മാരെ റസൂലുള്ള പറയുന്നില്ല. എൻ്റെ ചെവിക്കുണ്ടിൽ വന്ന് ഹനടിക്കുന്ന വിളി എന്താണെന്നറിയുമോ? ഖബറിൽ കിടന്നിട്ട് എൻ്റെ നേതാവ് പറയുന്നത് എന്താണെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് കേൾക്കണേ. മഹാനരായ അബ്ദുൽ ഹഖ് ദഹ്ലവി റളിയല്ലാഹു അൻഹു എന്നവർ എഴുതുന്നു, മുത്തുനബി തങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? മുത്തുനബി തങ്ങളുടെ കൂടെ നടന്നവരെയല്ല, പിന്നെന്താണെന്നറിയുമോ? മുത്തുനബി തങ്ങൾ വിളിച്ചത് യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി. അതേ, കൂടെ നിന്നവരെ വിളിച്ചതല്ല, എന്നെയും നിങ്ങളെയുമാണ് വിളിച്ചത്. ഖബറടക്കിയ വാപ്പ ഒരു മക്കളെയും ഇങ്ങനെ വിളിച്ചിട്ടില്ല. എത്ര ഉമ്മമാരെ ഖബറടക്കി ഒരു ഉമ്മയും ഇങ്ങനെ മക്കളെയോ ഭർത്താവിനെയോ വിളിച്ചിട്ടില്ല.
1400 വർഷം മുമ്പ് എൻ്റെയും നിങ്ങളുടെയും നേതാവ് എൻ്റെയും നിങ്ങളെയും വിളിച്ചു, യാ ഉമ്മത്തി. ഈ സ്നേഹത്തിനു പകരം ലോകത്ത് ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റോ? എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ചെവിയിലാണ് ആ വിളിയുള്ളത്. കാരണം സ്വഹാബത്തിനെയല്ല വിളിച്ചത്, ഞങ്ങളെ ഓരോരുത്തരെയുമാണ് വിളിച്ചത്. എവിടെ കിടന്നാണ് വിളിക്കുന്നത്? ഖബറിൽ കിടന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നത്. നാളെ മുതൽ അനാവശ്യ സംസാരം വരുമ്പോൾ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചാടിയിറങ്ങുമ്പോൾ ചെവിയിൽ കേൾക്കട്ടെ. മദീനയിൽ ഹുജറത്ത് ഷരീഫിൽ നിന്ന് ചെഞ്ചുണ്ടുകൾ കൊണ്ടെൻ്റെ നേതാവ് വിളിച്ചു, യാ ഉമ്മത്തി, യാ ഉമ്മത്തി, യാ ഉമ്മത്തി. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي. ഓരോ മുഅ്മിനായ മനുഷ്യനും ഇന്ന് ചിന്തിക്കണം, ഞങ്ങളുടെ സ്നേഹം ഇനി ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന്. ഖബറിൽ കിടന്നപ്പോൾ വരെ ഞങ്ങളെ വിളിച്ച നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണോ, അതോ ദുനിയാവിലെ രാഷ്ട്രീയക്കാർക്ക്, സിനിമക്കാർക്ക്, സ്പോർട്സ് താരങ്ങൾക്കാണോ? ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും നമ്മോട് സ്നേഹം കാണിച്ചു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ടും നബി തങ്ങളെ ആക്ഷേപിക്കുന്ന പലരും ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവരിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരുപാട് സലാത്തു സലാമുകൾ ചെല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിൻഗാമികളായ വന്ന സ്വഹാബത്ത്, അതുപോലെ തന്നെ ഔലിയാക്കൾ, മഹാന്മാർ, അവരുടെ പാതയിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് പകരം ആർക്കും ഈ ദുനിയാവിൽ ഇനി സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കണം. സ്വന്തം നഫ്സിനേക്കാൾ നാം സ്നേഹിക്കണം. അതുപോലെ തന്നെ മഹാന്മാർ, ഔലിയാക്കൾ, അവരെയും നാം സ്നേഹിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നാളെ വിജയം, ആഖിറത്തിൽ വിജയം. അതുകൊണ്ട് മാത്രമാണ്, മഹബ്ബത്ത് കൊണ്ടാണ്. നമ്മുടെ ഓരോ നിസ്കാരം കൊണ്ട് നമുക്ക് നാളെ സ്വർഗത്തിൽ പോവാൻ പറ്റണമെന്നില്ല. നമുക്കെന്തുറപ്പ്? എൻ്റെ നിസ്കാരം കൊണ്ട് ഞാൻ നാളെ സ്വർഗത്തിൽ പോകുമെന്ന്? അങ്ങനെയാണോ നാം നിസ്കരിച്ചത്? അതുകൊണ്ട് ഈ മഹബ്ബത്ത് കൊണ്ടല്ലാതെ നാളെ ആഖിറം വിജയിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, ദുനിയാവിൽ നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അവരോടൊപ്പമാണ് നാളെ ആഖിറത്തിലേക്കെന്ന്. അതുകൊണ്ട് നമ്മൾ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയായിരിക്കും? അവരോടൊപ്പമാണ് നാളെ ആഖിറത്തിൽ. അതുകൊണ്ട് സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒരുപാട് മുഹബ്ബത്ത് വയ്ക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. അതുവഴി നാളെ ദുനിയാവും ആഖിറവും വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.